നമ്മുടെ കേന്ദ്രമന്ത്രിയായി വളരെ വർഷക്കാലം ഭംഗിയായി പ്രവർത്തിച്ചു. ഇന്ത്യ മുന്നണി നരേന്ദ്രമോദി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സംഘപരിവാർ RSS പ്രതിയോഗികളെ ഇന്ത്യ മണ്ണിൽ നിന്നും തുടച്ചു മാറ്റാൻ ഇന്ത്യ മുന്നണി ഗവൺമെന്റിലും വോട്ട് ചെയ്യാൻ പോകുന്ന പ്രിയപ്പെട്ട കുടിക്കുന്നിൽ സുരേഷ് ഒരു മന്ത്രിയായി ചെയ്യട്ടെ എന്നാണ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അനുഗ്രഹിക്കുന്ന നമ്മളൊക്കെ ഒറ്റക്കെട്ടായി ആഗ്രഹിക്കുന്ന അടുത്ത പാർലമെന്റ് കൂടുമ്പോൾ മാവേലിക്കരെ പ്രതിനിധീകരിക്കുവാൻ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമുഖ MP ആയി തെരഞ്ഞെടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പ്രിയങ്കരനായ നേരത്തെ DC പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഇന്ത്യയെ രക്ഷിക്കുവാൻ വേണ്ടി കേരളത്തിലെ UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കേണ്ടത് നമ്മുടെ പാർട്ടിയാണ്. അവർക്ക് മറുപടി കൊടുക്കേണ്ടത്, അവരെ ഇറക്കിവിട്ട് ഇന്ത്യയെ സംരക്ഷിക്കേണ്ടത്, ഇന്ത്യയുടെ പാരമ്പര്യം നിലനിർത്തേണ്ടത്, ഇന്ത്യയുടെ സംസ്കാരം നിലനിർത്തേണ്ടത്, ഭരണഘടന ഇല്ലാതാകാതെ ജനാധിപത്യം നിലനിർത്തുവാൻ ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ പാർലമെന്റിലേക്ക് കേരളത്തിലെ 20 നമ്മുടെ ആവശ്യം എല്ലാം കേൾക്കണം. അതുകൊണ്ട് ഞാൻ സമയം അധികമായും എടുക്കുന്നില്ല. വേദിയിലെ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും ബഹുമാന്യരും സംപൂജ്യരുമായ നേതാക്കന്മാരെ, സദസ്സിലെ UDFന്റെ നേതാക്കന്മാരെ, UDFന്റെ കുടുംബാംഗങ്ങളെ വളരെ വളരെ പ്രതീകാത്മകമായി സൂചിപ്പിക്കുന്നുണ്ട്. ആ തെരഞ്ഞെടുപ്പിന്റെ മുന്നിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. പലർക്കും ആശങ്കയാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ആശങ്കയേ ഇല്ല. എനിക്ക് നല്ല പ്രതീക്ഷയാണ്. എന്ന് മാത്രമല്ല, എനിക്കൊരു ചിത്രം എൻ്റെ മനസ്സിൽ കാണാൻ പറ്റുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം രാഷ്ട്രപതിയുടെ മുമ്പിൽ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചിത്രം എൻ്റെ മനസ്സിൽ, എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. രാജ്യത്ത് വലിയ മാറ്റങ്ങൾ മതേതരത്വത്തിന് അനുകൂലമായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭരിക്കുന്നവർക്ക് അറിയാമത്. അവരുടെ കാലിൻ്റെ അടിയിലെ മണ്ണ് ചോർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് അവർക്ക് നന്നായി മനസ്സിലായിട്ടുണ്ട്. രാഹുൽ ഗാന്ധി മുംബൈയിലെ പ്രസംഗത്തിൽ പറഞ്ഞു, ഞാൻ സിസ്റ്റത്തിനകത്ത് ഉണ്ടായിരുന്ന ഒരാളാണ്, ഞാൻ സിസ്റ്റത്തെ അടുത്ത് നിന്ന് കണ്ടയാളാണ്, സിസ്റ്റത്തിനകത്ത് ജീവിച്ചയാളാണ്. ശരിയാണ്. അദ്ദേഹത്തിൻ്റെ മുതുമുത്തച്ഛൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു, മുത്തശ്ശി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു, പിതാവ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു, മാതാവ് 10 വർഷക്കാലം രാജ്യത്ത് അധികാരത്തിലിരുന്ന UPയുടെ ചെയർപേഴ്സൺ ആയിരുന്നു. അധികാരം വളരെ അടുത്ത് നിന്ന് കണ്ടയാളാണ്. മാറ്റങ്ങളെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നയാളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് അറിയാം, ഇന്ത്യയിൽ ഭരിക്കുന്നവരുടെ കാലിൻ്റെ അടിയിൽ മണ്ണ് ചോർന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ അല്ല എന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് 400 സീറ്റ് കിട്ടും, BJPക്ക് മാത്രം 370. ഒറീസ നവീൻ പട്നായിക്കിനെ ഭീഷണിപ്പെടുത്തി NDA സഖ്യത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ടോ? രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയുടെ സമാപന പ്രസംഗത്തിൽ മറ്റൊരു നേതാവിനെ കുറിച്ച് പറഞ്ഞു, എൻ്റെ അമ്മയെ വന്ന് കണ്ട് മഹാരാഷ്ട്രയിലെ പ്രമുഖനായ ഒരു നേതാവ് വാവിട്ട് കരഞ്ഞു.
എന്നിട്ട് എൻ്റെ അമ്മയോട് പറഞ്ഞു, എനിക്ക് അവരോട് ഫൈറ്റ് ചെയ്യാൻ കഴിയില്ല, ഞാൻ ജയിലിൽ പോകേണ്ടി വരും, ഞാൻ നാളെ പാർട്ടി വിടും. എന്നോട് ശ്രീ KC വേണുഗോപാലും രമേശ് ചെന്നിത്തല, ശ്രീ അശോക് ചവാൻ പാർട്ടി വിടുന്ന സമയത്ത് നിയമസഭാ സമ്മേളനം നടക്കുകയാണ്. മഹാരാഷ്ട്രയുടെ ചുമതലയുള്ള രമേശ് ചെന്നിത്തല അപ്പോൾ നിയമസഭയിലുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് എൻ്റെ ഫോണിൽ വന്ന അശോക് ചവാൻ പാർട്ടി വിട്ടു എന്ന വാർത്ത ഞാൻ അദ്ദേഹത്തെ കാണിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇന്നലെ രാത്രി എന്നെ വിളിച്ച് വാവിട്ടു കരഞ്ഞു അശോക് ചവാൻ, എന്നോട് ക്ഷമിക്കണം, നാളെ ഞാൻ BJP-യിൽ പോകും, അല്ലെങ്കിൽ മറ്റന്നാൾ എനിക്ക് ജയിലിൽ പോകേണ്ടി വരും. നിങ്ങൾക്ക് 370 സീറ്റ് നിങ്ങൾക്ക് മാത്രം, 400 സീറ്റ് നിങ്ങളുടെ മുന്നണിക്കും കിട്ടുമെങ്കിൽ നിങ്ങൾ എന്തിനാണ് നാന്ദേഡിലെ അശോക് ചവാനെ ജയിലിൽ അയക്കുമെന്ന് ഭീഷണിപ്പെടുത്തി നിങ്ങളുടെ പാർട്ടിയിലേക്ക്, നിങ്ങളുടെ മുന്നണിയിലേക്ക് നിങ്ങൾ കൊണ്ടുപോകുന്നത്? അപ്പോൾ ഭരിക്കുന്നവർക്കറിയാം, നരേന്ദ്രമോദിക്കറിയാം, അമിത്ഷായ്ക്കറിയാം, അവർ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടാൻ പോവുകയാണ്, അവർക്ക് അധികാരം നഷ്ടപ്പെടാൻ പോവുകയാണ്. അതുകൊണ്ടാണ് അവർ ഈ നിലയ്ക്ക് വിപ്രാളപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതറിയാവുന്ന സാമാന്യ ബോധമുള്ള രാഷ്ട്രീയ ധാരണയുള്ള ആളുകളുടെ മുമ്പിലാണ് കേരളത്തിലെ CPM-ന്റെ നേതാക്കന്മാർ. ഇപ്പൊ ഗോവിന്ദന്റെ പ്രസ്താവന കണ്ടു കഴിഞ്ഞ ദിവസം, കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി ഉണ്ടാവില്ല എന്ന്. ആരാ പറയുന്നത്? സുരേന്ദ്രനല്ല, ഗോവിന്ദനാണ്. കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി ഇല്ലെങ്കിൽ പിന്നെ സീതാറാം യെച്ചൂരി പ്രധാനമന്ത്രിയാകും. കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി ഇല്ലെങ്കിൽ പിന്നെ ആരാണ്? BJP-യുടെ പ്രധാനമന്ത്രിയാണ് ഉണ്ടാകേണ്ടത്. അപ്പോൾ BJP-യുടെ പ്രധാനമന്ത്രി ഉണ്ടാകും എന്ന് ഭയം ജനിപ്പിക്കുകയാണ്. ഉണ്ടാകില്ല എന്ന് അറിയാം, എന്നിട്ടും അങ്ങനെ പറയുകയാണ്. പിണറായി വിജയൻ പറഞ്ഞത് എന്താണ്? ഞങ്ങൾ വന്നാൽ കേരളത്തിൽ CAA നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇന്ത്യയിൽ CAA ഉണ്ടാകും, കേരളത്തിൽ ഞങ്ങളത് നടപ്പിലാക്കില്ല. നമ്മൾ പറയുന്നത് എന്താ? ഇന്ത്യയിലും ഉണ്ടാകില്ല. കാരണം ഇന്ത്യയിൽ വരാൻ പോകുന്നത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയാണ്. അപ്പോഴെങ്ങനെയാണ് ഇന്ത്യയിൽ CAA നടപ്പിലാകുന്നത്? നമ്മൾ പറഞ്ഞു, മുഖ്യമന്ത്രിയല്ല പിണറായി വിജയൻ, മുഖ്യ നുണയനാണ്. ഇതുപോലെ നാണമില്ലാതെ നുണ പറയുന്ന ഒരാളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, CAA-യുടെ വോട്ടെടുപ്പ് നടക്കുമ്പോൾ കോൺഗ്രസിന്റെ MP-മാർ സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഉച്ചഭക്ഷണത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. രാഹുൽ ഗാന്ധി അതിനെക്കുറിച്ച് ഒരക്ഷരം പറഞ്ഞിട്ടില്ല. ആകെ വോട്ട് ചെയ്തത് അവരുടെ MP AM ആരിഫ് മാത്രമാണ്. പിണറായി വിജയൻ പറഞ്ഞതല്ലേ? നമ്മുടെ മുമ്പിൽ ലോകസഭാ വെബ്സൈറ്റിൽ CAA വോട്ടെടുപ്പ് നടന്ന ദിവസം ആ വോട്ടെടുപ്പിന്റെ മുഴുവൻ രേഖകളും ലോകസഭയുടെ വെബ്സൈറ്റിലുണ്ട്. കേരളത്തിലെ 18 UDF-ന്റെ MP-മാർ, രാഹുൽ ഗാന്ധി അടക്കം ഈ 18 MP-മാർക്കും ലോകസഭയിലെ കോൺഗ്രസിന്റെ മുഴുവൻ MP-മാർക്കും CAA അമെൻമെന്റിനെതിരായി വോട്ട് ചെയ്യാൻ വിപ്പ് കൊടുത്ത നേതാവാണ് എന്റെയും നിങ്ങളുടെയും തൊട്ടടുത്തിരിക്കുന്ന ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്. സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും അന്ന് പാർലമെന്റിൽ ഹാജരായി CAA അമെൻമെന്റ് ആക്ടിനെതിരായി, ആക്ടല്ല, പാർലമെന്റിൽ വരുമ്പോൾ അത് ബില്ലാണ്, പാസ്സായി കഴിയുമ്പോഴാണ് ആക്ട് ആകുന്നത്. CAA അമെൻമെന്റ് ബില്ലിനെതിരായി വോട്ട് ചെയ്തത് പരാജയപ്പെടുത്തണം. 80 ആളുകൾ, കോൺഗ്രസ് അടക്കം പ്രതിപക്ഷ പാർട്ടികളിൽപ്പെട്ട 80 MP-മാർ അതിനെതിരായി വോട്ട് ചെയ്തു. അതിൽ പെട്ട ഒരാളാണ് ഈ ആരിഫ്. ഇയാൾ അവിടെ സംസാരിച്ചിട്ടൊന്നുമില്ല. സംസാരിച്ചത് ശശി തരൂരും പ്രേമചന്ദ്രനും ET മുഹമ്മദ് ബഷീറുമാണ് കേരളത്തിൽ നിന്നുള്ള MP-മാര്. അല്ലാതെ AM ആരിഫ് സംസാരിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതൊന്ന് കേൾപ്പിക്കും എല്ലാവരും.